പാട്ട് പഠിക്കാൻ പോവാം. ഒരു അടിപൊളി പാട്ട് വെച്ചിട്ട് ഞാനൊരു സൂപ്പർ സിംഗറാവും. കിളിയെ തത്ത കിളിയെ കൊഞ്ചിപ്പറന്നൻ കൂട്ടിലെത്തൂലെ മിന്നാനെ ചിന്നിച്ചിതറും കൊഴിലായി. സിംഗർ മാറിയിട്ട് സ്റ്റാർ പോലും ആവൂലെന്നാ തോന്നുന്നു. എന്താ ചെയ്യുക, നമുക്ക് അത്ര കഴിവൊന്നും വേണ്ടല്ലേ. എന്താടി എടേ, നിനക്കെന്താ വട്ടായോ? മനുഷ്യന്റെ ജീവൻ കളയാനായിട്ട് നീ എന്തിനാണ് ജാമൊക്കെ കഴിക്കുന്നത്? ജാമോ? സോറി, രക്താണോ അത് ജാമോ? അല്ല ജാമൊക്കെ രക്തം കടിക്കാൻ. എടേ, നീ എന്തിനാ വെറുതെ ജാമൊക്കെ കഴിച്ചു തന്നത്? ഞാൻ പെട്ടെന്നാണ്ടപ്പോൾ വിചാരിച്ച് ചോരൊക്കെ ആയിരിക്കുന്നു. ഓ, ചോരയാണല്ലോ. ഒന്നുമില്ല. ഒന്നുമില്ല. അത് അറിയാതെ വായന ഒന്നു പോയതാ. ജാമേ, എനിക്കിങ്ങനെ വെറുതെ ജാം ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്. അതല്ലാതെ നമ്മളിപ്പോൾ ഹോസ്റ്റലിലല്ലേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ജാമിൻ്റെ കൂടെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനെന്നും രാവിലെ ഇവിടെ വന്ന് ജാം കഴിക്കും. സോറി കേട്ടോ. നിൻ്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. എൻ്റെ പേര് കീർത്തിക. സോറി, എൻ്റെ പേര് എനിക്ക് തന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. നിൻ്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. നീലി. സോറി. മൂവീസൊക്കെ കണ്ടിട്ടേ എനിക്ക് അഡിക്റ്റ് ആയിപ്പോയതാ. എൻ്റെ റിയൽ നെയിം നീലി. സോറി കേട്ടോ, ഞാൻ മൂവീസ്. എൻ്റെ പേര് ചന്ദ്ര എന്നാണ് കേട്ടോ. സോറിയാ. നീലിയോ? ഞാൻ വിചാരിച്ചു പെട്ടെന്നുണ്ട് കല്യാങ്ങാട്ട് നീലി. അല്ല, നീ എന്തിനാ സൺഷെയ്ഡിൻ്റെ അവിടെ പോയി ജാം കഴിക്കുന്നേ? ഇവിടെ എത്ര സ്ഥലമുണ്ട്? നമുക്കിതെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. സൺഷെയ്ഡും വെള്ളം. ഐ ആം സോറി. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നോട് മാത്രമല്ല നുണ പറയുന്നത്. ഞാൻ ഈ നാട്ടിലത്തെ എല്ലാവരോടും നുണ പറഞ്ഞിട്ടുണ്ട്. മൈ റിയൽ നെയിം ഇസ് നീലി ആൻഡ് നീലി അല്ലേ? യു മീൻ കല്ലിങ്ങാട്ട് നീലി? യാ, ഓഫ് കോഴ്സ്. അറിയാ റിയൽ യക്ഷി ആണോ? യാ, റിയൽ ആം എ യക്ഷി. ബട്ട് ഡോണ്ട് ബി അഫ്രൈഡ്. ഞാൻ നിന്നൊന്നും ചെയ്യില്ല. നേരത്തെ ഞാൻ കഴിച്ചത് ജാമെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ജാമേല. ഒരു AB പോസിറ്റീവ് ബ്ലഡാണ്. കീർത്തി മോളെ, നീ ഇവിടെ ഉണ്ടോ? പുതിയ മോളാണല്ലോ. പേരെന്താ? ചന്ദ്രയോ? ചന്ദ്രനാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലേ? കീർത്തി, ഇവരൊക്കെ ആരാ? അവരെല്ലാവരും എന്നെപ്പോഴും ഗുണ്ടായിസം കളിക്കുന്നവരാ. ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അതെ. ഇവരൊക്കെ ഒരു ഗ്യാങ്ങാണ്. പക്ഷെ എനിക്ക് നല്ല പേടിയാണ് അവരെപ്പോഴും എന്നെ തന്നു. എന്ത് പറ്റി? അതെ,
ഇതെൻ്റെ ന്യൂ ഫ്രണ്ടാ. ഞങ്ങൾ ഒന്ന് വെറുതെ ഇടാമോ പ്ലീസ്? അവൾ കണ്ടാൽ വേറെ ആളായി വിചാരിക്കും. പ്ലീസ്. നിനക്കെന്താടി വട്ടായോ? എന്നത്തെ മാതിരി അല്ലല്ലോ നീ അടി വാങ്ങിയിട്ട് എന്നും നിൽക്കേണ്ടതല്ലേ? ഇന്ന് ഈ പെണ്ണ് വന്നപ്പോഴാണല്ലേ നിന്റെ കേട്. നിനക്കുള്ളത് ഞാൻ കാണിച്ചാടി. ഇനി ആട്ടാ അവളെ എന്തെങ്കിലും പറഞ്ഞാൽ ദ്രോഹിച്ചാൽ നിനക്കുള്ളത് കിട്ടും.